നമ്മളെ നാട്ടിൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മസിൽ ഉണ്ടാക്കുക എന്നുള്ള മാത്രമുള്ള ചിന്താഗതിയാണ് എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾ ഇതിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. ഒരു 40-45+ കഴിഞ്ഞാൽ ഓല് വിചാരിക്കും എനിക്കിപ്പോൾ പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ ആ ചെക്കന്മാരുടെ ഇടയിലേക്ക് ജിമ്മിലേക്ക് പോവാണ്, അത് മോശമല്ലേ എന്നുള്ളൊരു ചിന്താഗതി. ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറയും രാവിലെ എണീറ്റ് നടന്നോളിന്ന്. അതുകൊണ്ട് മുട്ടുവേദന മാറൂല. കാരണം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ അതുകൊണ്ട് വന്ന സംഭവമാണത്. ഈ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ വന്നൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഡിസീസ് വരുന്നത് ഡിസോർഡർ കൊണ്ടാണ്. എന്താണ് ഡിസോർഡർ എന്ന് ആദ്യം മനസ്സിലാക്കുക. 1 ഉറക്കം, 2 ഫുഡ്. തോന്നിയമാരാണ് നമ്മൾ ഉറക്കം. കറക്റ്റ് എല്ലാ ഡോക്ടേഴ്സും പറയും 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയെന്ന്. അതാരും ശ്രദ്ധിക്കില്ല. എല്ലാവരും പറയുന്നത് 6 മണിക്കൂർ ഡോക്ടർ ഉറങ്ങാൻ പറയുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഗതി കൂടി ഉണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകണം. മീൻസ് 8 മണിക്കൂർ പ്രോപ്പറായിട്ട് ഉറക്കം വേണം. ഡീപ്പ് സ്ലീപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നത് ഒരു ജിമ്മിലാട്ടോ. ജിം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരെന്താരോ, ബി ഫിറ്റ് ഫിസിക്കൽ ലൈഫ് സ്റ്റൈൽ ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് നമ്മളെ കൊണ്ടോട്ടിക്കടുത്ത് കീശ്ശേരി ആചാരപ്പടിയിൽ അതുള്ളത്. അപ്പോൾ എന്ത് സംഭവം, നമ്മളൊക്കെ ജിമ്മിൽ പോകുമ്പോൾ സാധാരണ കുറേ ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളാവും. ജിമ്മിൽ എന്താ നടക്കുന്നത്, ജിമ്മിൽ പോകുന്നത് മസിൽസ് കൂട്ടാനാണോ അതോ വേറെ എന്തെങ്കിലും കാണുമ്പോൾ പല തെറ്റിദ്ധാരണങ്ങളും ആൾക്കാർക്കുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ ഇവിടുത്തെ കുറേ ഇതിൻ്റെ സ്റ്റാഫുകളുണ്ട്, ട്രെയിനിങ്ങിൻ്റെ ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഓണറുണ്ട് നമ്മളെ കൂടെ. ഇവരൊക്കെ ഇതിൻ്റെ കുറേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇനി ഇത് എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ജിമ്മിലേക്ക് എത്തേണ്ടത് എന്നൊക്കെ. അല്ലാതെ ഈ ജിമ്മെന്ന് പറയുമ്പം ഒരു സാധാരണക്കാർക്ക് മാത്രമാണോ അതോ പ്രായം ചെന്നവർക്കാണോ കുട്ടികൾക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇവർ നമുക്ക് പറഞ്ഞുതരും. കൂടാതെ എന്താ പറയുക, ഇവർ ഇതിൻ്റെ ഒരു 1ാം വാർഷികം ആഘോഷിക്കാൻ പോവാണ്. ഈ മാസം ലാസ്റ്റ് വരുമ്പോൾ ഇതിൻ്റെ 1ാം വാർഷികം വരികയാണ്. ജനുവരി 1 ഇതിൻ്റെ ഒരു 1ാം വാർഷികം കേട്ടോ. അപ്പോൾ ഇവർ ഒരുപാട് ഓഫറുകൾ ജനങ്ങൾക്ക് വേണ്ടി ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഓഫർ, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതിൻ്റെ ആളുകൾ നമ്മൾ സംസാരിക്കും. നിങ്ങളെ പേരെന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് നുഫൈൽ. ഞാൻ ഇവിടെ നീറ്റിക്കൽ തന്നെയാണ് സ്വദേശം. പിന്നെ ഈ ഫീൽഡിൽ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ട്രെയിനിങ് ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി പൊതുവായിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നമ്മളെ നാട്ടിൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മസിൽ ഉണ്ടാക്കുക എന്നുള്ള മാത്രമുള്ള ചിന്താഗതിയാണ് എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകൾ ഇതിൽ നിന്ന് ബാക്കിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. ഒരു 40-45+ കഴിഞ്ഞാൽ ഓല് വിചാരിക്കും എനിക്കിപ്പോൾ പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ ആ ചെക്കന്മാരുടെ ഇടയിലേക്ക് ജിമ്മിലേക്ക് പോവാണ്, അത് മോശമല്ലേ എന്നുള്ളൊരു ചിന്താഗതി. ആ ഒരു ചിന്താഗതി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു 40 കഴിഞ്ഞ ആളുകൾക്ക് നമ്മളെ നാട്ടിൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ. കാരണം ചെറുപ്പക്കാരല്ല ജിമ്മിലേക്ക് പോകേണ്ടത്, 40+ കഴിഞ്ഞ ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40+ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്നൊരു ഒരവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ കാണുന്നൊരു സംഗതിയാണ് നമ്മളെ സ്പൈനലൊക്കെ ബെൻഡായി ഒന്ന് വളഞ്ഞു വന്ന് പ്രായം കൂടി മുടിയൊക്കെ നിറച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് എനിക്ക് പ്രായമായി എന്നത്. പിന്നെന്തായി ആ ഒരു അവസ്ഥ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മസിൽ ലോസ് ഉണ്ടാവും. അതൊരു 40+ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ദൈവം തമ്പുരാൻ പഠിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു മസിൽ ലോസിനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വേണം. മീൻസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വേണം. ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ പറയും രാവിലെ എണീറ്റ് നടന്നോളിന്ന്. അതുകൊണ്ട് മുട്ടുവേദന മാറൂല. കാരണം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മളെ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ അതുകൊണ്ട് വന്ന സംഭവമാണത്. ഈ ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ വന്നൊന്ന് ആലോചിച്ചാൽ മതി. ഈ ഡിസീസ് വരുന്നത് ഡിസോർഡർ കൊണ്ടാണ്. എന്താണ് ഡിസോർഡർ എന്ന് ആദ്യം മനസ്സിലാക്കുക. 1 ഉറക്കം, 2 ഫുഡ്. തോന്നിയമാരാണ് നമ്മൾ ഉറക്കം. കറക്റ്റ് എല്ലാ ഡോക്ടേഴ്സും പറയും 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയെന്ന്. അതാരും ശ്രദ്ധിക്കില്ല. എല്ലാവരും പറയുന്നത് 6 മണിക്കൂർ ഡോക്ടർ ഉറങ്ങാൻ പറയുന്നുള്ളൂ. ഡോക്ടർ പറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഉറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഗതി കൂടി ഉണ്ട്. കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോകണം. മീൻസ് 8 മണിക്കൂർ പ്രോപ്പറായിട്ട് ഉറക്കം വേണം. ഡീപ്പ് സ്ലീപ്പിംഗ് എന്ന് പറയാം. അത് പകലല്ല, രാത്രിയാണ്. പകൽ ഉറങ്ങിയിട്ട് കാര്യമില്ല. രാത്രിയിലാണ് നമ്മളെ ബോഡിയിലെ റിക്കവറി നടക്കുന്നത്. പകൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ രാത്രിയിൽ തന്നെ ഉറക്കം വേണം. 1, 2 പ്രോപ്പർ ഫുഡ്. തോന്നിയമാതിരി ഭക്ഷണം കഴിക്കുക. ഇപ്പം എല്ലാവരും എന്താ പറയുക, വായ്ക്ക് രുചിയുള്ളത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. വായ്ക്ക് രുചിയുള്ളത് മാത്രം കഴിക്കുമ്പോൾ എന്താവും, കുറച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് പറയും അതൊക്കെ നിർത്തിക്കാളി,
പിന്നെ കാലാകാലം നമ്മൾ എന്ത് ചെയ്യേണ്ടും അവർ പറയുന്ന ഒരു രീതിയിലുള്ള മെഡിസിൻ കഴിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മളെ ജീവിതം തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഡോക്ടേഴ്സ് അല്ല, നമ്മളാവണം. അതിനാദ്യം വേണ്ടത് എൻ്റെ ഫിറ്റ്നസ് കാലാകാലം നിലനിർത്തണം എന്നുള്ള നിലക്കുള്ള ഒരു ചിന്താഗതിയോടുകൂടി ചെറുപ്പം മുതലേ ജിമ്മിലേക്ക് കയറുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ വ്യായാമത്തിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ വേണം. ഒരു ഡോക്ടർ പറയുമ്പം പിന്നെ എന്താ പറയുക, രാവിലെ എണീറ്റ് നടക്കുക അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഓടുക, ആ ഒരു അവസ്ഥ വരരുത്. അതിനെന്ത് ചെയ്യണം, പൊതുവെ ചെറുപ്പക്കാരിലേക്ക് ഈ ഒരു അവയർനെസ് കൊണ്ടുവന്ന് തുടക്കം മുതലേ ഇതിലേക്കാവുമ്പോൾ എന്താവും, അവർ പ്രോപ്പറായിട്ട് ഇത് നമ്മളെ ജീവിതശൈലിയിൽ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി, നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിന് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട മിനിമൈസ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് മാത്രം പറയാം, എത്ര കാലം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത്രയും കാലം വ്യായാമം നിർബന്ധമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നാട്ടിൽ 40 വയസ്സിന് മേലുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ വ്യായാമം ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞിട്ട് രോഗാവസ്ഥ നമുക്ക് വരാണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മസിൽ ലോസ് എന്ന് പറയുന്നൊരു സംഭവം, അതിനെ നമ്മൾ തരണം ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ്ങിലൂടെ മാത്രമേ നടക്കൂ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്താവും, രാവിലെ എണീറ്റ് നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞാലോ പിന്നെ ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവറി ചെയ്യാൻ പറ്റില്ല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നിങ്ങളെ ജിമ്മിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ജനങ്ങൾക്ക് ഉപകാരമില്ല. അതെ അതെ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പം ചെറുപ്പക്കാരിലാണെന്നുണ്ടെങ്കിൽ പോലെ വരുന്നൊരു ഉദ്ദേശമുണ്ട്. ഒരാഴ്ച കൊണ്ട് ഇപ്പോൾ എല്ലാവരുടെ ജീവിതവും ഡിസൈൻ ചെയ്യുന്നത് പിന്നെ യൂട്യൂബും അതുപോലെ ഇൻസ്റ്റയിലെ റീൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തെറ്റായ ധാരണയെ കൂടെ വന്നിട്ട് ഒരാഴ്ച കൊണ്ട് മസിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് മസിൽ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് വരുന്ന ഒരുപാട് ചെക്കന്മാരുണ്ട് അവിടെ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. ഒരിക്കലും അത് നടക്കണ കേസല്ല. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ മൊത്തത്തിലൊരു ഓർഡർ വരും, ഒരു ഡിസിപ്ലിൻ വരും. ഇപ്പോൾ എല്ലാവരും ലഹരിൻ്റെ പിന്നാലെ പോകുന്നൊരവസ്ഥയാണ്. ഒന്ന് അതിൽ നിന്നും മാറി നിൽക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒന്ന് തടി നന്നാക്കി പുറത്ത് പോയിട്ട് തടി കേടെടുത്തുന്ന അവസ്ഥ കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ സിഗരറ്റ് വലിക്കുക, പിന്നെ ഡ്രഗ്സ് യൂസ് ചെയ്യുക, അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കുക, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ പറ്റില്ല. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ജിമ്മിൽ വർക്കൗട്ട് കൊടുക്കുന്നത്. അത് അവരോട് ഒഴിവാക്കാൻ പറയും ചെയ്യും. അപ്പോൾ അവരെ മെൻ്റലി ആയിട്ടുള്ള ഹെൽത്ത് കൂടും. ഓക്കെ, നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഹെൽത്ത് കൂടും. ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ, ഏകദേശം 12ഓളം സിസ്റ്റംസ് ഉണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം, പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിസ്റ്റംസ്. ഈ സിസ്റ്റംസ് മൊത്തം സ്ട്രോങ് ആവും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റും ഉണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ മെൻ്റലി ഹെൽത്ത് ആവും. എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് വരുന്നതാണ്. നോർമൽ മെൻ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 40-45 പ്ലസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അവരെ കൊളസ്ട്രോൾ ലെവൽ കുറയും. പിന്നെ ഷുഗർ, പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം നോർമലാവും. അതൊക്കെ ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റാണ്. ഓക്കെ, പിന്നെ കുറേ ആളുകൾക്കുള്ള സംശയമാണ്, എന്താ പറയുക, ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് എണീറ്റ് നടക്കാൻ കഴിയൂല, അത് അങ്ങോട്ട് പോവണ്ട, അതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ തെറ്റാണോ ശരിയാണോ? അതൊക്കെ തെറ്റായ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ട്രെയിനിങ് കൊടുത്തിട്ട് വരുന്ന ഒരു സംഭവമാണത്. മീൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിയും എടുക്കാത്ത അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളാണ് ഇവിടേക്ക് കയറി വരിക. അപ്പോൾ അവർ ഹെവി ട്രെയിനിങ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരിൽ എന്തുണ്ടാവും, ബോഡി പെയിൻ വരും. അത് ഈ ഡോംസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്, ഡൊമൈൻ ഡിലേഡ് വൺ സെറ്റ് മസിൽ സോർനെസ് എന്ന് പറയും. അതൊരു സയൻസാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മസിലിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ വരും. ഈ നീർക്കെട്ട് കാരണമാണ് അവർക്ക് ഈ പെയിന് വരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച ഉണ്ടാവുള്ളൂ. അത് സഹിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പെയിനേ ഉണ്ടാവാൻ പാടുള്ളൂ. മീൻസ് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുള്ളൂ. നമ്മളൊരു തിയറി അങ്ങനെയാണ്. നമ്മളിവിടെ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. വരുന്ന ആളുകൾക്ക് ഇഞ്ചുറി ഉണ്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് ഡിസീസ് ഉള്ള ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പതുക്കെ അവരെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം അത് ആ ഒരു അവസ്ഥ വരുന്നത്, നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു അവസ്ഥ വരുന്നത് തെറ്റായ രീതിയിലുള്ള ട്രെയിനിങ്ങിലൂടെയാണെന്ന് അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് എന്താവും, അവർക്ക് ഇഞ്ചുറി സാധ്യത കൂടും, ജോയിൻറ്റ് പെയിന് കൂടും, ലിഗമെൻറ്റിന് പ്രശ്നം വരും, ടെൻഡന് പ്രശ്നം വരും, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനായിട്ടുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള ട്രെയിനേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ
നമ്മളോട് ട്രെയിനേഴ്സ് പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു പിന്നെ ജിമ്മിനെ പറ്റിയിട്ട്, ഇതിലെന്താ സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെ നടക്കുന്നത്, ഇതിലേക്ക് ആർക്കൊക്കെ കയറി വരാം, എത്ര പവർ ലെവലിലേക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ ഇവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും സംഭവത്തിൽ ഈ ജിം എന്ന് പറയുമ്പോൾ ഞാനിവിടെ വന്നപ്പോഴാണ് ഇതൊരു വലിയൊരു സംഭവമാണ്. ഇതിനുള്ളിലൊരു വിശാലമായ സൗകര്യമാണ്. ഒരുപാട് ആളുകൾക്ക് ഒരേ സമയത്ത് ട്രെയിനിങ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ ഇവർ ട്രെയിനേഴ്സ് 2-3 ആൾക്കാരുണ്ട്, ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ നിങ്ങളെ പേരെന്താ? ഷിയാബ്. ഇവിടെ ആയിട്ട് ഇപ്പോൾ എത്രയായി? അവിടെ ആയിട്ട് 1 മാസമായിട്ടുള്ളൂ. 1 മാസമായി. ഇതിന് മുന്നേ ഇവിടെ വർക്ക് ചെയ്തു? പിന്നെ ഞാൻ എയർപോർട്ട് ഗാർഡൻസിൽ തന്നെ. മൊത്തത്തിൽ ഒരു എങ്ങനെ ഉണ്ട് ഒരു ജിമ്മിൻ്റെ പരിപാടികളൊക്കെ? ഉഷാറായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു ജിമ്മാണിത്. ഇവിടെ ഞാൻ ഇവിടെ പുതിയ ആളാണ്, പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ്. അത് ഇവിടെ വരുന്ന സ്റ്റുഡൻ്റ് ആയാലും നല്ല അഭിപ്രായമാണ് പറയുന്നതല്ലോ എല്ലാവരും. നിങ്ങളെ പേരെന്താ? അൻഷിദ്. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ? ഇവിടുത്തെ കാര്യം ട്രെയിനിങ് ഉഷാറാണ് ഇപ്പോൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ കൂടുതൽ ഓഫറുകൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ ഓഫർ. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മുടെ അരീക്കോട് കൊണ്ടോട്ടിയുടെ ഇടയ്ക്ക് കടുങ്ങല്ലൂർ ആചാര്യപ്പടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ 1-ാം വാർഷികമായിട്ട് ഇവർ വലിയ ഓഫറാണ് നമുക്ക് നൽകുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആളുകൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിൽ വന്നാൽ എന്താണല്ലോ ഗുണം, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഇതിൽ എത്തിപ്പെടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വളരെയധികം നല്ലൊരു പിന്നെ ജിമ്മാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇവരെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഇവരെ കോൺടാക്റ്റ് ചെയ്തതിൻ്റെ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾ ഇവിടെ വരിക. നിങ്ങളെ സഹകരണം എപ്പോഴും ഇവർക്ക് ആവശ്യമാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഓഫറൊക്കെ പരിഗണിച്ച് ഈ 1-ാം വാർഷികമായിട്ട് പരമാവധി ഫസ്റ്റ് തന്നെ ബുക്ക് ചെയ്യാൻ നോക്കട്ടോ.